വിശാഖപട്ടണത്ത് എഐ ഹബ്ബ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കടലിനടിയിലൂടെ 3 കേബിൾ ശൃംഖല കൂടി സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു. എഐ ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിലെത്തിയ ഗൂഗിൾ സിഇഒ പ്രഖ്യാപിച്ചതാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 5 വർഷത്തിനിടെ $1500 കോടി ചെലവിലാണ് ഗൂഗിൾ വമ്പൻ എഐ ഡേറ്റാ സെന്ററുകൾ ആരംഭിക്കുന്നത്. യുഎസിന് പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ എഐ ഹബ്ബാണിത്. യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഇന്ത്യ കണക്ട് എന്ന പേരിലാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത്. വിശാഖപട്ടണത്തെ രാജ്യാന്തര കേബിൾ ഗേറ്റ്വേ ആക്കി മാറ്റും. വിശാഖപട്ടണത്ത് നിന്ന് സിംഗപ്പൂർ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്കും മുംബൈയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുമായിരിക്കും പുതിയ കേബിളുകൾ. ഗൂഗിളിന്റെ മറ്റു പ്രഖ്യാപനങ്ങൾ ഇവയാണ്: എഐ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. എഐ പഠിക്കാനുള്ള പുതിയ ഗൂഗിൾ കോഴ്സ് 1 മാസം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ 1690 രൂപയാണ് ഫീസ്. വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനായി ഇന്ത്യയിലെ വാധ്വാനി എഐ എന്ന സ്ഥാപനവുമായി ചേർന്ന് സ്കോളർഷിപ്പുകൾ നൽകും. രണ്ടാമത്തെ പ്രഖ്യാപനം ഇന്നൊവേഷൻ ഇമ്പാക്ട് ചലഞ്ച്. പൊതുസേവനങ്ങളിൽ എഐയുടെ ഉപയോഗം ശക്തിപ്പെടുത്താനുള്ള ചലഞ്ചാണ്. നോൺ പ്രോഫിറ്റ് അക്കാദമിക് സ്ഥാപനങ്ങൾക്ക് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ പ്രപ്പോസൽ നൽകാം. പിന്നെ വേറൊരു അപ്ഡേറ്റ്, ഇന്ന് ഇന്ത്യ എഐ ഉച്ചകോടിയിൽ ഇന്ന് ഓപ്പൺ എഐ സ്ഥാപകൻ സാം ഓൾട്ട്മാൻ മുതൽ ആന്ത്രോപിക് സിഇഒ ഡാരിയോ അമോഡൈ വരെയുള്ള വമ്പന്മാർ അണിനിരക്കും. രാവിലെ 10:25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അടക്കമുള്ള ലോക നേതാക്കളും വേദിയിലെത്തും. വേറൊരു അപ്ഡേറ്റ്, എഐ ഉച്ചകോടിയുടെ 3-ാം ദിനത്തിൽ 4 ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള എഐ മോഡലുകൾ പുറത്തിറക്കി. ഒന്ന് സർവം എഐ, ഭാരത് ജൻ, ഗ്യാനി എഐ എന്നീ 3 മോഡലുകളാണ് പുറത്തിറക്കിയത്. ചാറ്റ് ജിപിടി, ജെമിനായി, ഡീപ്സീക്ക് തുടങ്ങിയവർക്ക് ബദലായി ഇന്ത്യ വികസിപ്പിക്കുന്ന എഐ മോഡലുകളാണിവ. കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ എഐ മിഷന്റെ ഭാഗമായി 12 കമ്പനികളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 3 കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. സർവം എഐ ഇന്നലെ പുതിയ 2 മോഡലുകൾ കൂടി പുറത്തിറക്കി. 30 മില്യൺ പാരാമീറ്റർ, 105 ബില്യൺ പാരാമീറ്റർ മോഡലുകളാണിവ. പാരാമീറ്റർ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഭാഷയുടെ പാറ്റേണുകളും സങ്കീർണതകളും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മനസ്സിലാക്കാനും പ്രതികരിക്കാനും എഐ സംവിധാനത്തിന് കഴിയുമെന്നതാണ് ഗുണം. ഗ്യാനി എഐയുടെ പ്രത്യേകത, ടെക്സ്റ്റ് നൽകിയാൽ വോയിസ് ആക്കി മാറ്റുന്ന വചന TTS എന്ന മോഡലാണ് ഗ്യാനി എഐ പുറത്തിറക്കിയിട്ടുള്ളത്. 10 സെക്കൻഡ് ഓഡിയോ വിലയിരുത്തിയ ശേഷം 12 ഭാഷകളിലേക്ക് അതേ ശബ്ദത്തിൽ ടെക്സ്റ്റിന്റെ ഓഡിയോ ആക്കി മാറ്റാൻ ഇതിന് കഴിയും. ടോണ്, പിച്ച്, സംസാര ശൈലി തുടങ്ങിയവ കൃത്യമായിരിക്കും. ഒരാളുടെ പ്രസംഗവും മറ്റും അതേ ശബ്ദത്തിൽ വിവിധ ഭാഷകളിലേക്ക് മാറ്റാം എന്നതാണ് മെച്ചം. സ്റ്റാർട്ടപ്പ് പരം 2 എന്ന പേരിൽ 17 ബില്യൺ പാരാമീറ്റർ എഐ മോഡലാണ് ഭാരത് ജൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഓപ്പൺ സോഴ്സ് ആയി ഈ മോഡൽ ലഭ്യമാക്കും. മോഡൽ വികസിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ടിംഗ് ലഭിച്ചത് ഭാരത് ജൻ കമ്പനിക്കാണ്, 1058 കോടി രൂപ. അപ്പോൾ ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇതാണ്. ഒന്ന്, അമേരിക്ക ഇന്ത്യ എഐ കണക്ട് ഗൂഗിൾ പ്രഖ്യാപിച്ചു. രണ്ടാമത്തത്, എഐ മിഷൻ 4 മോഡലുകൾ കൂടി പുറത്തിറക്കി. പിന്നെ ഇന്ന് എഐ ഇന്ത്യൻ ഉച്ചകോടിയിൽ ഓപ്പൺ എഐ സ്ഥാപകൻ സാം ഓൾട്ട്മാൻ മുതൽ പ്രമുഖർ പ്രസംഗിക്കുന്നതായിരിക്കും.